വെൽക്കം ടു JK ട്രാവൽ ബോക്സ് 25. നമ്മളതിൽ ഇന്ന് പോകാൻ പോകുന്നത് മീൻപിടിപ്പാറയിലേക്കാണ്. കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ചെറിയൊരു സ്പോട്ടാണ്. അപ്പം പുതിയതായിട്ട് ഫേമസ് ഒക്കെ ആയി വന്ന സ്ഥലമാണ് മീൻപിടിപ്പാറ. അത് നേരത്തെയൊക്കെ ചെറിയൊരു അരുവി പോലെയൊക്കെ ഉള്ളായിരുന്നു. അപ്പം എല്ലാവരും അറിഞ്ഞ് എല്ലാവരും വരുന്നുണ്ട് ഇപ്പം. നമുക്ക് വന്ന് മീൻപിടിപ്പാറയിലോട്ട് പോകാം. നമ്മുടെ കൊട്ടാരക്കര ജംഗ്ഷന് കിഴക്ക് സൈഡിലായിട്ട് മാറി സെൻറ്റ് ഗ്രിഗോറിയോസ് കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജിൻ്റെ ആർച്ചൊക്കെ ഇരിപ്പുണ്ട്. ആ ആർച്ച് വഴിയാണ് നമുക്ക് മീൻപിടിപ്പാറയിലേക്ക് പോകേണ്ടത്. ഈ കോളേജ് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കൊരു വഴിയുണ്ട്. ആ വഴി നേരെ കയറി പോകുമ്പം നമുക്കൊരു പള്ളിയും ഒരു സ്കൂളും ഒക്കെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടെ പോകണം. പിന്നെ നടന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പം അധികം ദൂരമൊന്നും കാണിക്കത്തില്ലെങ്കിലും നമ്മൾ കയറി വരുമ്പം നല്ലൊരു കയറ്റമാണ്. അതുകൊണ്ട് നടന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ ആട്ടോയിലൊക്കെ വരാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഈ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു ആർച്ചൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് മീൻപിടിപ്പാറയുടെ ബോർഡൊക്കെ വെച്ചൊരു ആർച്ചൊക്കെ കാണാൻ സാധിക്കും. അവിടുന്ന് നമുക്കൊരു 200 മീറ്ററോളം ഇറക്കമാണ്. ഇറക്കം ഇറങ്ങി പോകണം. നമ്മൾ ഈ ഇറക്കം ഇറങ്ങി ചെല്ലുമ്പം തന്നെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള പേ പാർക്കിങ്ങും അല്ലാതെ പാർക്ക് ചെയ്യാനുള്ളൊക്കെ സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ മെയിൻ എൻട്രൻസ് ആണിത്. നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ട്. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറി പോകുന്നത്. ഇവിടെ മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയും കൂടെയാണ്. നമ്മുടെ 20 രൂപയാണ് നമ്മുടെ ടിക്കറ്റ് വരുന്ന ഒരാൾക്ക്. ടിക്കറ്റിൻ്റെ വില 20 ആണെങ്കിലും ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനുള്ളിൽ തന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വരുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ഈ മീൻപിടിപ്പാറയെന്നൊക്കെ ആദ്യമേ കേൾക്കുമ്പം എല്ലാവരും വിചാരിക്കുന്നത് ഈ മീനൊക്കെ പിടിക്കാനുള്ളൊരു സ്ഥലമാണ്, ഒരു സ്പോട്ടാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഇനി ഇതിനുള്ളിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ അനാവശ്യമായിട്ട് വലിച്ചെറിയുകയാണെങ്കിൽ 5000 രൂപയാണ് പിഴ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു പ്ലാസ്റ്റിക് നിരോധിത മേഖലയും കൂടിയാണിത്. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പം തന്നെ നമ്മൾ പുനലൂർ തൂക്കുപാലത്തിൻ്റെ കൂട്ടൊരു ഈ തോടിന് കുറുകെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ലതാണ്. എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ് ഇവിടെ നിന്ന്. മീൻപിടിപ്പാറയിലെ പാറക്കെട്ടുകളിലൂടെ ഒഴുകുന്ന ചെറിയ അരുവിയും അതിനോട് ചേർന്ന് നടുക്കായി കാണുന്ന ചൂണ്ടയിൽ കൊരുത്ത മത്സ്യപ്രതിമയുമാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ മെയിൻ കാരണം. നമ്മുടെ കൊട്ടാരക്കര പോലെ ഇത്രയും വലിയൊരു സ്ഥലത്ത് നമുക്ക് എടുത്തു പറയത്തക്ക വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമില്ല. അതായത് നമുക്ക് ഈ ചെറിയൊരു പാർക്കാണെങ്കിൽ പോലും ഇത്രയും ഒരു ചെറിയ പാർക്ക് വന്നതോടുകൂടി നമ്മുടെ കൊട്ടാരക്കര ടൂറിസത്തിന് ഒരു തുടക്കം കുറിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണമെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇറങ്ങി കുളിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ ആർക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാനൊക്കെ സാധിക്കും. ഇതിനോട് ചേർന്ന് നമുക്ക് നമ്മുടെ പാറ ഇടയ്ക്കുന്നൊക്കെ വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവിടെ ആണെങ്കിൽ ആ അരുവിയുടെ അടുത്താണെങ്കിൽ ഒരുപാട് ആഴമൊന്നും വരുന്നില്ല. കുട്ടികൾക്കാണെങ്കിലും ഇറങ്ങി കുളിക്കാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ പാറ ആയത് കാരണം പിള്ളേരൊക്കെ ഇറങ്ങുവാണെങ്കിൽ തെന്നി വീഴാതിരിക്കാൻ നോക്കുക. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. പിന്നെ നടക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടെ പാർക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പോകെ കാണാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ കൊല്ലത്ത് കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കയറി കാണുക. അതിൻ്റെ ലിങ്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ഈ നടന്നു പോകുന്ന നടപ്പാതയിൽ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ നല്ലോണം കാണാം. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാൻ ഇറങ്ങുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്ന് ഈ നടപ്പാതയിലൊക്കെ നടക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കാനാണെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് അരുവിയും കണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ഇവിടെ വിശ്രമിക്കാനൊക്കെ ഉള്ള ബെഞ്ചൊക്കെ സൈഡിൽ നമ്മൾ കണ്ടല്ലോ.
അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല അരുവിയും കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് കാണാൻ പറ്റും. നല്ല കാറ്റുമൊക്കെ ഉണ്ട്, നല്ല തണലും. നമുക്ക് താഴോട്ട് ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങണമെങ്കിൽ ഈ സൈഡിൽ കൂടെ വഴിയുണ്ട്, വെള്ളത്തിലോട്ട് ഇറങ്ങാം. പിന്നെ ഇവിടുത്തെ ഈ ഒഴുകി വരുന്ന വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നൊക്കെയാണ് ഇവിടെ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ പറയാൻ കാരണമെന്ന് അവർ പറയുന്നത്, ഇവിടെ നിന്നുള്ള ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ള കാട്ടിനുള്ളിലൂടെയാണ് ഇത് ഒഴുകി വരുന്നതെന്നാണ് മുതിർന്നവരൊക്കെ, ഇവിടെയുള്ള മുതിർന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ നമ്മുടെ പാർക്ക്, ഇതാണ് പാർക്ക്. കൊച്ചു പിള്ളേർ 10 വയസ്സിന് താഴെയുള്ളവർക്കായി ഇതിനകത്ത് കയറാവൂ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇവിടെ ടൈം ചിലവഴിക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മീൻപിടിപ്പാറ വരെ വരുന്ന ദൂരം എന്ന് പറയുന്നത് 1.5 കിലോമീറ്ററാണ്.